സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ്, പനീർ ബട്ടർ മസാല. എന്നും നോൺ വെജ് ഒക്കെ ആകുമ്പോൾ ഇടയ്ക്ക് ഒരു വെജിറ്റേറിയൻ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാം പനീർ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമല്ല എന്ന്, എങ്കിലും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ റെസിപ്പി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നോൺ വെജ് കഴിക്കുന്നവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും ഇത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതിയാകും. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴന്നു വരണം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. സവോള വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി 2 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ 3-4 ഏലക്ക, ചെറിയ 2-3 പീസ് കറുവപ്പട്ട, പിന്നെ 2 ചെറിയ ബേ ലീഫ്, ഇത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വഴറ്റിയെടുത്ത സാധനങ്ങൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ഫൈൻ പേസ്റ്റ് ആക്കി ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേന് ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടർ ആണ്. അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇതിപ്പം ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇച്ചിരി തിക്കായിട്ട് തന്നെയാണ് ഞാനിവിടെ ഗ്രേവി എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ പനീർ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്.
ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.